കഥ പറഞ്ഞില്ലെങ്കിൽ ഈ സിനിമ പാളിപ്പോവും. അപ്പോൾ അത് ഭയങ്കര ടാക്സിങ് ആയിട്ടൊരു പോയിന്റിൽ പുള്ളി ഹാർഡ് ഡിസ്ക് കൊണ്ട് കളയാൻ പോയിട്ട് ഞങ്ങളെല്ലാവരും ഒരു പിടിച്ചു നിർത്തിയ കളയത് നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ അറിയുന്നില്ല ഈ സിനിമ ഇങ്ങനെ വരുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതേപോലെ മസ്തിഷ്ക മരണത്തിന് പോലെ തന്നെ ആവാസീയത്തിൻ്റെ ഒരു പ്രിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വളരെ കുറച്ച് ആളുകൾ. അന്ന് ഈ പറഞ്ഞ കണക്ക് ആ സിനിമ ലാസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ഗൂസ് ബംസ് ഒക്കെ അടിച്ചു. അപ്പോൾ ഇതിലെന്തോ ഉണ്ടെന്നുള്ളത് അറിയാം, പക്ഷെ അത് ഈ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. മസ്തിഷ്ക മരണത്തിൽ ഈ ആളുകളുടെ പ്രൈവസിക്ക് ഒരു വിലയില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ ഒരു ചെറിയ പരിപാടികളായി കണ്ടു തുടങ്ങി. എനിക്ക് കഴിഞ്ഞ ദിവസം മറ്റേ ഒരു മെസ്സേജ് ഒക്കെ വന്നപ്പോ മറ്റേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു മെസ്സേജ് ഇലക്ഷൻ ഇതൊക്കെ നമ്മുടെ നമ്പർ ഇത് എവിടുന്ന്, ഐ മീൻ ഇറ്റ്സ് നോട്ട് ഫെയർ. നമ്മള് എല്ലാരും പകൽമാന്യന്മാരാണ്, എല്ലാവരും ഇത് പാപം ചെയ്യുന്നവർ കല്ലെറിയട്ടെ. ഇത്രത്തോളം സിനിമകൾ സക്സസ് ആയില്ലായിരുന്നെങ്കിൽ നമുക്കൊരു ജോലി ഉണ്ടെന്നുള്ള ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് വൈശാഖ് സാർ പറഞ്ഞൊരു നിന്നാണ് ഞാൻ ജോലി വിടുന്നില്ല എന്ന് തീരുമാനിച്ചത്. കാരണം എനിക്ക് ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണ് എനിക്കൊരു ഓൾട്ടർനേറ്റ് ഇൻകം സ്ട്രീമും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് ഞാൻ 2 വർഷം ടാർഗറ്റ് വെച്ചിറങ്ങും, 2 വർഷം ഒന്നും സംഭവിക്കുന്നില്ല, നമ്മൾ വല്ലാണ്ട് മടുത്തു പോകും. ഇത് ഞാൻ ഒരു ഓൾട്ടർനേറ്റ് ഇൻകം സ്ട്രീം സെറ്റ് ചെയ്തപ്പം എനിക്കൊരൊറ്റ തീരുമാനം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഈ അഭിനയം എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വിടാൻ പോകുന്നില്ല. ചിലപ്പം 40ാമത്തെ വയസ്സിലായിരിക്കും, ജീവിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 60ാമത്തെ വയസ്സിലായിരിക്കും. എനിക്ക് ഏത് പോയിന്റിലാണെങ്കിലും ഞാൻ ഹാപ്പി. അതുവരെ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഹായ്, ഹലോ, നമസ്കാരം. മസ്തിഷ്ക മരണം കണ്ടവരാരും ഇദ്ദേഹത്തെ മറന്നിട്ടുണ്ടാവില്ല. രാഹുൽ രാജഗോപാൽ, വെൽക്കം. താങ്ക് യു. ഞാനിത് എടുത്തു പറയാനുള്ള ഒരു കാരണം, തിയേറ്ററിൽ മസ്തിഷ്ക മരണം മിക്സഡ് റിവ്യൂവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രശംസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും സിനിമ കണ്ടതാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു പ്രേക്ഷക പ്രതികരണത്തെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? അല്ല, സത്യം പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ് ആണ്. എന്നുവെച്ചാൽ ഇതൊരു എക്സ്പെരിമെൻ്റൽ സിനിമയാണ്, നമുക്ക് കണ്ട് ശീലിച്ചിട്ടുള്ള സിനിമയേ അല്ല. അപ്പം ഇങ്ങനൊരു സിനിമ, അതും ഭയങ്കര മറ്റേ സൂപ്പർ സ്റ്റാർ കാസ്റ്റ് അങ്ങനെ ഇല്ല. ഇപ്പം നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ രജിഷയാണ്, പിന്നെ നിരഞ്ജുവാണ്. അപ്പം അതൊരു ഭയങ്കര ഓപ്പണിംഗ് കിട്ടുന്നൊരു കോമ്പിനേഷൻ അല്ലത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ഓപ്പണിംഗ് കിട്ടി. ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയെ മലയാളികൾ ഇത്രയും സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്നാലേ ഇനിയും ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ്സ് മുമ്പോട്ടുണ്ടാവുള്ളൂ. കാരണം എപ്പോഴും ഒരു ഡിഫറെൻറ്റ് വ്യൂവിങ് എക്സ്പീരിയൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് മലയാളിയിൽ നിന്ന് തോന്നുന്നുണ്ട്. അപ്പം ആ ഒരു ധൈര്യത്തിലാണെങ്കിൽ ഒരു സിനിമ തന്നെ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ കൃഷ്ണാന്തേട്ടനാണെങ്കിലും അജിത് വിനായക ഫിലിംസ് ആണെങ്കിലും ബാക്ക് ചെയ്തത് ഈ ഒരു ഹോപ്പിലാണ്, ദാറ്റ് മലയാളി പ്രേക്ഷകർ കൈവിടില്ല എന്നുള്ളത്. ആൻഡ് താങ്ക്ഫുള്ളി അവർ കൈവിട്ടില്ല. സോ ഹാപ്പി അബൌട്ട് ഹൗ ദ ഫിലിം ഇസ് ഡൂയിങ് ഇൻ തിയേറ്റേഴ്സ് നൗ. അതെ, ഇപ്പം എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയതെന്ന് വെച്ചാൽ ഇങ്ങനൊരു വേൾഡ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ 2046 അല്ലെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞ് ഈ നമ്മുടെ ഒരു സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ആവുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു തരത്തിലാണ് സിനിമ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ത്രെഡ് കൊണ്ടുവരാനുള്ള ഒരു ധൈര്യം കാണിച്ചത് എങ്ങനെയായിരുന്നു? അല്ല, അത് പറഞ്ഞില്ല, കൃഷ്ണാന്തേട്ടൻ്റെ ആണ് കംപ്ലീറ്റ്ലി ആ ഒരു വേൾഡ് പുള്ളിയുടെ ഇമാജിനേഷനാണ്. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇതൊന്നും എല്ലാവർക്കും മൊത്തമായി മനസ്സിലായിട്ടല്ല ചെയ്യുന്നത്. ഇതിനകത്ത് നല്ലൊരു ഭാഗം VFX ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും ഇപ്പം പ്രിവ്യൂ ഷോ ഞാൻ കണ്ടില്ല, ഞാനും നിങ്ങൾ കണ്ട അതേ ഷോയിലാണ് പടം മൊത്തം കാണുന്നത്. കാരണം നമ്മൾ ആ ഒരു തിയേറ്ററിൽ ഫസ്റ്റ് ടൈം മൊത്തം കാണുമ്പോഴുള്ളൊരു നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇതിപ്പം അല്ലാണ്ട് പല സ്റ്റേജിലും കുറേശ്ശെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജഡ്ജ്മെൻറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് ഇരുന്നാണ് കണ്ടത്. അപ്പം എനിക്ക് ആ വേൾഡ് വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നി. പിന്നെ സ്ട്രിക്ട്ലി എൻ്റെ പാരൻസും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അവർക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളതുകൊണ്ട് അവർ ഹാപ്പിയാണ്. അല്ലാണ്ട് ഇപ്പം മേ ബി നമ്മുടെ ഒരു ടാർഗറ്റ് ക്രൗഡ് എന്ന് പറയുന്നത് ഒരു 18 to 35 മാക്സിമം 40 ഒക്കെയാണ്. അപ്പം അവർക്ക് വർക്ക് ആവത്തക്ക രീതിയിലുള്ള ഇതാണെന്നാണ് എൻ്റെ ജഡ്ജ്മെൻറ്റ്. നമുക്ക് തിയേറ്ററിൽ വരുന്ന ക്രൗഡും അതേപോലെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു എറണാകുളത്തും ട്രിവാൻഡ്രത്തുമൊക്കെ കോളേജ് സ്റ്റുഡൻസ് ആണ് പകൽ ഷോയ്ക്ക്. ഞങ്ങൾ നൈറ്റ് പലപ്പോഴും ഞങ്ങൾ തിയേറ്റർ വിസിറ്റുകൾ നടത്തുന്നത് കൈയും കണക്കുമില്ല. അപ്പം ഈവനിങ്സ് ചെല്ലുമ്പോഴും പറഞ്ഞ ഇൻഫോ പാർക്കിൽ നിന്നുള്ള ക്രൗഡും അങ്ങനെയൊക്കെയാണ് കൂടുതലും. ടു ബി ഓണസ്റ്റ്, ഫാമിലീസ് വളരെ കുറവാണ്, പക്ഷേ ദേ ആർ നോട്ട് ദി ടാർഗറ്റ് ഓഡിയൻസ്. അപ്പോൾ അവർ ചിലപ്പോൾ OTT ഇറങ്ങുമ്പോൾ ഇത് കണ്ടിട്ട് അവരുടെ അഭിപ്രായം പറയുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇതേപോലെ ഇത്രയും ഒരു VFX അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് VFX ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത്രയും ഒരു ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ കൃഷ്ണാന്തനെ കുറിച്ച് ഇതിനു മുമ്പ് പണ്ടൊരു സിനിമയുടെ പ്രൊമോഷനിൽ പറഞ്ഞിട്ടില്ലേ, പുള്ളിക്ക് ബഡ്ജറ്റ് കുറയും തോറും പുള്ളി ക്രിയേറ്റിവിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആക്കും. ഇതിൻ്റെ ഇപ്പം
മസ്തിഷ്ക മരണത്തിൻ്റെ 10 ബഡ്ജറ്റിലാണ് ആവാസവ്യം ചെയ്തിരിക്കുന്നത്. അതിലും ഒരുപാട് VFX വർക്കുകൾ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു VFX ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹത്തിന് നമ്മുടേത് ഒരു വളരെ ചെറിയ ഇൻഡസ്ട്രിയാണ്. നമുക്കിപ്പം ഇതിപ്പോൾ ഒരു സ്റ്റുഡിയോയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നമ്പർ VFX ഷോട്ട്സിൻ്റെ എണ്ണം വെച്ചിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ സിനിമ തീർത്തിരിക്കുന്ന ബഡ്ജറ്റ് തന്നെ ആയതിനെ ചിലപ്പം VFXന്. പക്ഷേ കൃഷ്ണാന്തൻ കുറച്ചും കൂടെ ആ കാര്യത്തിൽ ടെക്നിക്കലി സൗണ്ടാണ്. പുള്ളി ഇൻഡിപെൻഡൻറ്റ് VFX ആർട്ടിസ്റ്റുകളുമായിട്ടിരുന്ന് വർക്ക് ചെയ്ത് അങ്ങനെയാണ്. ഇപ്പോൾ ആവാസവ്യം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, ഇതും ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിനകത്താണെങ്കിൽ ഒരുപാട് VFX ലൈക്ക് നിങ്ങളിപ്പം ചുമ്മാ നിരഞ്ച് നടന്നു പോകുമ്പോഴൊക്കെ വോളിലൊക്കെ വരുന്ന അങ്ങനെയുള്ള പരിപാടികൾ, അത് കുട്ടി കുട്ടി സാധനങ്ങൾ. എനിക്കൊന്ന് ചിലപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് വാച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കുട്ടി കുട്ടി സാധനങ്ങൾ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ പടത്തിൽ കിടപ്പുണ്ട്. ഞാനും അത് കംപ്ലീറ്റ്ലി ഡിസ്കവർ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ 2 തവണ തിയേറ്ററിൽ കണ്ടു. ഞാനിപ്പോൾ ഓരോ തവണയും ഞാൻ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിൻ്റെ പോസ്റ്റിൽ ഇടപെട്ടിട്ട് ഞാൻ പോയിരുന്നിട്ടേ ഇല്ല. ഒന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മറ്റേ മൊത്തം ആയിട്ട് തിയേറ്ററിൽ കണ്ടാൽ മതി. ഞാൻ ആദ്യത്തെ വാർ സീക്വൻസ് വരെ ഞാൻ കണ്ടിട്ടുള്ളൂ പടം. അപ്പം പക്ഷേ ഐ വാച്ച് ദ ഫിലിം ഇൻ ബിഗ് സ്ക്രീൻ. നമ്മൾ ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിന് വേണ്ടി ചെയ്യുന്ന സിനിമയായിരുന്നു. അത് തിയേറ്ററിൽ കണ്ടപ്പോൾ സിനിമയുടെ പരിമിതികളൊന്നും ഓൺ സ്ക്രീനിൽ ഇല്ല എന്നുള്ളതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മുടെ VFX ആർട്ടിസ്റ്റുകൾ ബഡ്ജറ്റിലല്ല, അവരുടെ ഒരു സ്കില്ലിലാണ് അവർ കളിക്കുന്നത്. ജസ്റ്റ് ഗിവ് ദം ടൈം. VFX ചെയ്യാൻ സമയം വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ പിന്നെ ഇത് ഇനീഷ്യലി തന്നെ പ്ലാൻ ചെയ്യുമ്പോഴേ ഇതിൻ്റെ പ്ലേറ്റ്സ് ഒക്കെ വെച്ച് വെൽ പ്ലാൻഡ് ആയിരുന്നു. കാരണം ചുമ്മാ നമ്മൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്തുകൊണ്ട് VFXന് കൊടുത്തു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം ഇപ്പോൾ പ്രയാഗാണെങ്കിൽ കൃഷ്ണാന്തരനും ഒക്കെ ആ കാര്യത്തിൽ ടെക്നിക്കലി സൗണ്ട് ആയതുകൊണ്ട് ദേ വർ വെരി വെൽ പ്ലാൻഡ്. അതുകൊണ്ട് അവർക്ക് ഈ ലെവലിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. ഓ, അങ്ങനെയായിരുന്നു. പക്ഷെ നമുക്കിത് കാണുമ്പോൾ തന്നെ ഇപ്പൊ നമ്മള് പണ്ട് യന്ത്രനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു അതിൻ്റെ പ്രോസസ്സൊക്കെ എങ്ങനെയായിരുന്നു? ആ VFX ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ ക്യാരക്ടറിൻ്റെയും ആ ഒരു ഫോർമേഷൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. പണ്ട് നമ്മൾ യന്ത്രൻ്റെ ഒക്കെ BTS വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അതിൻ്റെയൊക്കെ പ്രോസസ്സൊക്കെ എങ്ങനെയായിരുന്നു? ഇല്ല, ഞാൻ പക്ഷെ അത് അങ്ങനെ ഏത് ക്യാരക്ടറിന് അല്ല, എനിക്ക് തോന്നുന്നു അതിൽ VFX ഒക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിംഗ് സമയത്ത് തന്നെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ലേ? ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ആ ഒരു ബോഡി സ്യൂട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മറ്റൊരു സാധനം ഇങ്ങനെ കട്ടായി പോയി വിടുന്നതൊക്കെ അതൊക്കെ ഓൾറെഡി ഭയങ്കര വെൽ പ്ലാൻഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കൺവിൻസിങ് ആവുന്നത്. ഇങ്ങനൊരു വേൾഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ അത്രയും പ്രെപ്പോട് കൂടി ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര പെട്ടെന്ന് പാളിപ്പോകും. അത് ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം സ്ക്രിപ്റ്റ് വായിച്ചൊരു ഷൂട്ടിന് ചെല്ലുമ്പോഴത്തേക്കും ദി കൈൻഡ് ഓഫ് പ്ലാനിങ് ദാറ്റ് ഗോസ് ഇൻ ടു എവറി ഷോട്ട് എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഒരു പടത്തിൽ ഇത്രയും എഫേർട്ട് ഇട്ട് ഷോട്ടുകൾ ചെയ്യുന്നത് ആദ്യമായിട്ട് തന്നെയാണ്. അപ്പോൾ എഫേർട്ടിന്റെ തന്നെ റിസൾട്ട്. സിനിമകളൊക്കെ VFX കണ്ടിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് VFX ചെയ്തിട്ടൊരു സിനിമ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കില്ല. കാരണം ഇറ്റ്സ് ദാറ്റ് ക്ലീൻ. ഐ മീൻ VFX നമുക്ക് VFX ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള ആയിരിക്കില്ല ചിലപ്പോൾ, അതിനകത്ത് അതിൽ ഒരുപാട് കൂടുതൽ VFX പടത്തിലുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് വിജയം. അതെ അതെ, അതാ നാച്ചുറലി അതിനോട് ബ്ലെൻഡ് ആയി പോവാന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സൈമൺ അല്ലെങ്കിൽ ഷാജിമോൻ, ഈ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞ ഒരു ആറാട്ടണ്ണന്റെ ഒരു ആറാട്ടണ്ണൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അല്ല, അത് എനിക്ക് ആദ്യം സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നു. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, ഒരു ഫാൻ ബോയ് എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ എന്തൊക്കെയൊക്കെ ചെയ്തു, ചുമ്മാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാൻ ചുമ്മാ ഫോണിൽ ഇങ്ങനെ ഒരു സാധനം ഷൂട്ട് ചെയ്ത് അയച്ചു. അപ്പോൾ കൃഷ്ണാന്തരൻ അത് കണ്ടിട്ട് പറഞ്ഞു, മാൻ ഇതല്ല, ഇതിൻ്റെ ഒരു റെഫറൻസ് ഇപ്പം ദിവ്യ പറഞ്ഞിട്ടുണ്ട്. ദിവ്യക്ക് റെഫറൻസ് കൊടുത്ത ഫിലോമിനയാണ്. അപ്പം അതേപോലെ എനിക്ക് റെഫറൻസ്, മാൻ ഇത് ആറാട്ടണ്ണനാണ്, സന്തോഷ് വർക്കി, അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു റെഫറൻസ് എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്നൊന്ന് മണ്ടയ്ക്ക് അടി കിട്ടി കണക്കെ പോയി, അയ്യോ എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ അപ്പം അത്രയും, പിന്നെ ഞാനിത് ഒന്നുകൂടെ സ്ക്രിപ്റ്റ് വായിച്ചു. ലൈക്ക് ഇത് എങ്ങനെ, അത് കുറച്ചൊരു ഒരു 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 ഇത് ഒന്ന് പാളിക്കഴിഞ്ഞാൽ അടപടലം പാളുന്നൊരു പരിപാടിയായി പോകും. ഇപ്പം ഞാൻ രണ്ടാമതിരുന്ന് വായിച്ചിട്ട് ഞാൻ ഫോണിലൊക്കെ ഇത് മറ്റേ ആ ലാസ്റ്റ് കാണിക്കുന്ന പീസൊക്കെ ഇങ്ങനെ ചുമ്മാ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് പുള്ളിയെ പോലെ ചെയ്ത് ഞാൻ മിമിക്രി ചെയ്തു, പുള്ളിയെ പോലെ ചെയ്ത് അയച്ചു കൊടുത്തു. ചിരിച്ചിട്ട് പറഞ്ഞു, മാൻ ഇത് ഇങ്ങനെ ചെയ്യണ്ട, പക്ഷേ ഹീ ഈസ് ദ റെഫറൻസ്, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുക. അപ്പം എൻ്റെതായ ഒരു ഇന്റർപ്രിട്ടേഷനാണ് അത്. അറട്ടണ്ണായിട്ട് റീഡ് ചെയ്യാം, അല്ല അതേ കണക്കുള്ളൊരു ഫാൻ ബോയ് ആയിട്ടും റീഡ് ചെയ്യാം. പക്ഷേ ടു ബി ഓണസ്റ്റ് അതിന്റെ റെഫറൻസ് അദ്ദേഹം തന്നെയായിരുന്നു. അത് ആ ഒരു വീഡിയോ ലൈവ് ഇടുന്ന സീനൊക്കെ കാണിക്കുന്നത് പക്ക. പക്ഷെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും പക്ക അത് നമുക്ക് ആളുകൾ റീഡ് ചെയ്തപ്പോൾ അറട്ടണ്ണന്റെ ഒരു ഇത് അതാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ പുള്ളിയായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ചെയ്തില്ല ആദ്യം. ഇത് എനിക്ക് ആ സിനിമയിൽ ഏറ്റവും ലാസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അപ്പം പുള്ളി എഡിറ്റ് ചെയ്തിട്ട് തന്നെ എഡിറ്റ് കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ അയച്ചു കൊടുത്ത റീലില് ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് അയച്ചു, അത് പ്ലേസ് ചെയ്തപ്പോൾ എനിക്കും ചിരി വന്നു. ആ പോയിന്റിൽ ഐ ഗോട്ട് കൺവിൻസ്ഡ്, ഓക്കെ ഇതിവിടെ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ളത്. കാരണം ഇത് ചെയ്യണോ വേണ്ടയോ ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പം അത് പ്ലേസ് ചെയ്തപ്പം ഹ്യൂമർ കിട്ടി, അതുകൊണ്ട് ചെയ്തു. പിന്നെ ഞാൻ ആ രൂപമൊക്കെ വെച്ചിട്ട് റിലീസിന് മുമ്പ് എനിക്ക് പറയാൻ പറ്റില്ല, ആ ഒരു മറ്റേ മോർഫ്യൂസിന്റെ ഷെയ്ഡ്സും എല്ലാം കൂടെ വെച്ചിട്ട് ഇയാള് വില്ലനാണെന്നാണ് എല്ലാരും വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പൊ
ഇതിനു മുൻപ് കൃഷാന്ത് സാറിന്റെ സിനിമ എടുത്തു നോക്കുമ്പോൾ കുറച്ച് സീരിയസ് ഒരു ജോണർ കാണാറുണ്ട്. പക്ഷെ ഈ സിനിമയിൽ വന്നപ്പോൾ ഒരു കുറച്ച് ത്രൂ ഔട്ട് ഒരു എല്ലാവരും ഒരു കാണുമ്പോൾ നമുക്കൊരു സീരിയസ്നെസ് തോന്നുമെങ്കിലും സംസാരിക്കുന്നതൊക്കെ ഒരു കോമഡി ടച്ചിലൂടെ പോകുന്നത്. അതിപ്പോൾ രാഹുൽ സാറിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആദ്യം തൊട്ട് നമ്മൾ ചില സീൻസിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു ഫൈറ്റ് സീനിലൊക്കെ നിരഞ്ജന്റെ അടുത്ത് ഫൈറ്റ് സീനിൽ വരുമ്പോഴൊക്കെ, പക്ഷെ പിന്നീട് ഈ ആറാട്ടനായിട്ട് ഇയാൾ ചെയ്യുന്നതൊക്കെ സീരിയസ് ആയിട്ട് തന്നെയാണ്, പക്ഷെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കോ ആർട്ടിസ്റ്റുകൾ, നിരവധി ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. ഇപ്പോൾ ഇതിന് മുൻപും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരായിട്ടൊക്കെയുള്ള ഒരു കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അപ്പം എനിക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു സൗഹൃദമാണ് മെയിനായിട്ട്. ഇപ്പം എനിക്കിഷ്ടമുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക, ഇതാണ് എനിക്ക് തരുന്ന ഹാപ്പിനെസ്. ഇപ്പോൾ കൃഷാന്തേൻ്റെ സെറ്റുകൾ ഇറ്റ്സ് ലൈക്ക് ഹോം നോ. കാരണം ആദ്യം തൊട്ടേ വർക്ക് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് ഇപ്പം ഓരോ സിനിമയിലും പുതിയ പുതിയ കുറച്ച് ആളുകൾ വരും. അപ്പോൾ ആ ആളുകളെയൊക്കെ പുള്ളി വളരെയധികം ഫിൽട്ടർ ചെയ്ത് ഇവരുടെ കൂടെ പുള്ളിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പം സോ വൺസ് ദാറ്റ് പേഴ്സൺ ഇസ് ഓൺ ആ സെറ്റ്സ് നമുക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു രജിഷയും ദിവ്യപ്രഭയായിരുന്നു, ആനൊക്കെ ആയിരുന്നു പുതിയതായിട്ട് വന്നത്. വണ്ടർഫുൾ പീപ്പിൾ, വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. വളരെ എളുപ്പമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും കുറച്ച് ഓവർ ദി ടോപ്പ് കാരിക്കേച്ചറിഷ് ക്യാരക്ടേഴ്സ് ആണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ടു വർക്ക് വിത്ത് ദം ഭയങ്കര നല്ലതായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു. അതെ, രജിഷയുടെ അല്ലോ അതെ, ദിവ്യപ്രഭയുടെ ക്യാരക്ടറൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതിലൊരു ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. അതുപോലെ രജിഷയുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം ഒരു ഗ്ലാമറസ് ആയിട്ട്, പക്ഷെ അതൊരിക്കലും ഒരു വൾഗറായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സിനിമയ്ക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ്. എനിക്ക് ആ ക്യാരക്ടറിന്റെ ആർക്ക് ലൈക്ക് ഒരു സൂപ്പർ സ്റ്റാർ ഒരു സിനിമയിൽ ചെയ്യുന്ന പരിപാടികളെല്ലാം പുള്ളിക്കാർക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ആർക്കാണെങ്കിലും ആ ഒരു ഗ്രേ ഷെയ്ഡ്, ആ ഒരു ഏരിയ പുള്ളിക്കാരി പുൾ ഓഫ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ഒക്കെ ഞാനും പറഞ്ഞു. ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ കണ്ടപ്പോഴത്തേക്കും വാവ്, ലൈക്ക് ഇംപ്രസീവ് എന്നുള്ളത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. ലൈക്ക് പുള്ളിക്കാരി ചെയ്ത് പോകുന്നു എന്നല്ലാണ്ട് നമ്മൾ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ വൃത്തിയാക്കാനാണ് ശ്രമിക്കുക. നമ്മൾ മറ്റൊരു ആർട്ടിസ്റ്റിനെ അവിടെ ഒന്ന് ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പിന്നെ അങ്ങനെ ജഡ്ജ് ചെയ്യാനും പാടില്ല. ഇത് ഓൺ സ്ക്രീൻ സംവിധാനം ചെയ്യട്ടെ. ഓൺ സ്ക്രീൻ വരുമ്പോഴത്തേക്കും ഇസ് ഇറ്റ് വർക്കിംഗ് ആണോ? അത് എനിക്ക് ഭയങ്കര വർക്കായി എല്ലാവരുടെയും ആക്ച്വലി ഫോർ ദാറ്റ്. അപ്പോൾ ഇപ്പോൾ കൃഷാന്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, അപ്പം നിങ്ങളുടെ കൂടെ ഇപ്പം ഇത്രയും ഒരു ത്രൂ ഔട്ട് ഇതിന് മുൻപും സിനിമകളൊക്കെ ആവാസ വ്യൂഹം ചെയ്തിട്ടുണ്ട്, ഇതിന് മുൻപ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഡയറക്ടർ എന്ന നിലയിൽ സാറിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇല്ല, ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത് 2014 അതിനുശേഷം ഞങ്ങൾ ആദ്യത്തെ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ഫിലിമും ഒരു വെബ് സീരീസും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സിനിമ എന്നുള്ളത് വൃത്താകൃതിയിലുള്ള ചതുരം എന്ന് പറയുന്നൊരു ഫിലിമായിരുന്നു. അപ്പം ഞാൻ അതേ സമയത്താണ് ഇര എന്നുള്ളൊരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ഇതാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. വൈശാഖ് സാറിൻ്റെ പ്രൊഡക്ഷനാണ്. സൈജു അദ്ദേഹമാണ് ഡയറക്ടർ. അപ്പോൾ എനിക്ക് എന്നെ പ്രൊട്ടഗോണിസ്റ്റ് ആക്കി വെച്ചിട്ട് ഈ പരിപാടി, അത് പുള്ളിക്ക് അന്ന് വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടാണ്. ഓക്കെ, കൂട്ടത്തിലുള്ള മോശമായിട്ട് അഭിനയിക്കില്ല എന്ന് തോന്നുന്ന മറ്റേ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ, അങ്ങനെയാണ്. പിന്നെ ഞങ്ങളത് വർക്ക് ചെയ്ത് ഞാനും ആ സമയത്താണ് ഓക്കെ ഇത് ഈ ക്യാരക്ടറെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഹൗ ലൈ പുൾ ദിസ് ഓഫ്. എനിക്കത് ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് ഒരു സ്റ്റേജിലായിരുന്നു. കാരണം ഇത് ഈ സിനിമയുടെ വിധി എന്താവും നമുക്കറിയില്ല, ഇത് തീർക്കാൻ പറ്റുമോ ഒന്നും നമുക്കറിയില്ല. അപ്പം ഞാൻ നേരെ ആക്ട് ലാബിലേക്ക് പോയി. ഒരു 6 months ഈവനിങ് കോഴ്സ് അവിടെ ജോയിൻ ചെയ്തു. ഞാൻ വർക്ക് ചെയ്യായിരുന്നു ആ സമയത്ത്. ഓഫീസ് കഴിഞ്ഞിട്ട് ഈവനിങ് അവിടെ പോവുക. ആ ഒരു 6 മാസം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് സ്കാറ്റേർഡ് ആയിട്ടുള്ള തോട്ട്സ് ആണ് ഈ പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ളത്. ഇതൊന്ന് സ്ട്രീം ലൈൻ ചെയ്ത് നമ്മുടെ ചിന്തകൾ കുറച്ചും കൂടി, ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള ആ ഒരു തോട്ട് സ്ട്രീം ലൈൻ ചെയ്യാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഇരുന്നിട്ട് ഈ പറഞ്ഞ കണക്ക് ഓക്കെ ഇതാണ് മെത്തേഡ് ആക്ടിങ്, ഇതിലിങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരും 10 രീതിയിലായിരിക്കും ഇത് മനസ്സിലാക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ് ആ സിനിമയിൽ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ആ വൃത്താകൃതിയിലുള്ള ചതുരത്തിലുള്ള ആ ക്യാരക്ടർ തന്നെയാണ്. കാരണം അത്രയും കാലം അതൊരു 1.5 വർഷത്തോളം ആ ക്യാരക്ടറിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ ചുമ്മാ യൂട്യൂബിൽ ഇപ്പോഴും ഇടുന്ന ആ സിനിമയിലെ കുറച്ച് സീൻസൊക്കെ ഇരുന്ന് കാണാറുണ്ട്. ഐ ഫീൽ സോ ഹാപ്പി. കാരണം അത് ചെയ്ത രീതികളൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും അതാണ് ആക്ച്വലി എനിക്ക് ലോങ് റണ്ണിൽ ഭയങ്കര റിവാർഡിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഞാനും ആ ഒരു ക്യാരക്ടർ ഇൻട്രോവേർട്ടാണ്. ഞാൻ ഈ ബഹളമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എത്ര നേരം വേണമെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാം, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാം, ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റിൽ പോകാം. എനിക്കതൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പം എനിക്ക് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ആ ഷൂട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷാന്തൻ്റെ സീൻ തരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനല്ലല്ലോ, അങ്ങനല്ലേ ആൾ ചെയ്യുള്ളൂ എന്നൊക്കെ ചോദിച്ച് ആ സ്റ്റേജിലേക്ക് നമ്മൾ ആ ക്യാരക്ടറായിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി.
പുള്ളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഇതാണ്. കാരണം നമുക്ക് ആ ഒരു ഫ്രീഡം തരും. ഏതൊരു ഇതിലാണെങ്കിലും നമുക്കൊരു പ്രഷർ ഒരിക്കലും തരില്ല. പുള്ളി ഭയങ്കര പ്രഷറിലായിരിക്കും. പക്ഷെ നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും, ഫോർ ദാറ്റ് മാറ്റർ ടെക്നീഷ്യൻസ് എല്ലാവർക്കും സെറ്റിൽ ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സെറ്റാണ് അതെ. എല്ലാവർക്കും. അല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു നമുക്കൊന്നും ഇങ്ങനെ ഇതൊന്നും അല്ലെന്നേ. എങ്ങനെയാണ് ഞാൻ മനസ്സിലാവാതെ 2014 ഞാൻ പരിചയപ്പെട്ട സമയത്ത് എന്നോട് അന്ന് ലൈക്ക് 12 ഇയേഴ്സ് ബാക്ക് കുറെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ സിനിമകളായിരുന്നു. അതൊന്നും ഇപ്പോഴും പുള്ളി ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ ഇനി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഇത് കുറച്ചും കൂടെ ഒരു സൈഫൈ ടെക്നോളജി അല്ലേ. മറ്റേത് സാധാരണ കഥകളുടെ അസാധാരണമായ അവതരണമായിരിക്കും. നമുക്കൊക്കെ അറിയുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു കുറച്ചും കൂടെ ഒരു കൊമേഴ്ഷ്യൽ സൈഡ് ഓഫ് ഹിസ് ഫിലിംസ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു ആവാസവ്യൂഹം. അതും ഇതേപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു നേർ ചിത്രം തന്നെ വേണേ പറയാം. അതിലൊരു ഈ ജോയ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എനിക്ക് അതിനുശേഷം എനിക്ക് കൂടുതൽ സിനിമകൾ വന്നിട്ടുള്ളതും ആവാസവ്യൂഹം കണ്ടിട്ട് തന്നെയാണ്. പിന്നെ കരിക്കിലെ കഥാപാത്രങ്ങളും കണ്ടിട്ട് തന്നെയാണ്. പക്ഷെ ഞാൻ ചെയ്യാൻ നേരത്ത് ഞാൻ സംവിധായകൻ പറയുന്നത് മാത്രമേ കേട്ടുള്ളൂ. കാരണം ഞാൻ എന്ത് റെഫറൻസ് എടുക്കും? ഇയാളൊരു മനുഷ്യനല്ല, ഇയാൾ വേറെന്തോ ഒരു സാധനമാണ്. പിന്നെ ഇത് ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആ പ്രോസസ്സിലാണ് ഇത് ഇവോൾവ് ചെയ്ത് വന്നത്. ഇപ്പം ഈ കോവിഡ് ഷൂട്ട് തുടങ്ങിയ ഒരു പകുതി ആയപ്പോഴാണ് കോവിഡ് കോണ്ടന്റിലേക്ക് വന്നു. ഇയാളുടെ ഈ മെറ്റമോർഫോസിസും കാര്യങ്ങളും ഒക്കെ ലേറ്റർ സ്റ്റേജിലാണ് സ്ക്രിപ്റ്റിൽ വന്നത്. ആദ്യം ഇങ്ങനെ ആയിരുന്നില്ലത്. ഇപ്പം എനിക്കൊന്നും ഒരു പോയിന്റിൽ പുള്ളി ഇത് ചെയ്യാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഹാർഡ് ഡിസ്ക് കൊണ്ട് കളയാൻ പോയതാണ്. ഭയങ്കര ടാക്സിങ് ആയിരുന്നു പുള്ളിക്ക് ഇത്. കാരണം ഇങ്ങനൊരു നറേറ്റീവ് സ്ട്രക്ചർ ഇത് കൊഹറന്റ് ആവണ്ടേ, നമുക്ക് എന്ത് വേണേ ചെയ്തു വെക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് കണക്ട് ആവണ്ടേ, അതിനൊരു കൊഹറൻസ് വേണ്ടേ. നമ്മൾ എന്ത് ബാഡ്നസ് കാണിക്കുമ്പോഴും അതിലൊരു കൊഹറൻസ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ ഞാൻ വളരെ ഇമോഷണൽ ആയിട്ട്, എനിക്ക് സിനിമയിൽ ഇമോഷൻ വേണം. ആവാസവ്യൂഹത്തിൽ ഇമോഷൻ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യം കുറെ നേരം ഇത് ഭയങ്കര സ്കാറ്റർഡ് ആയിട്ട് കിടക്കുക. അപ്പൊ ഇത് കൊഹറന്റ് ആയിട്ട് കഥ പറഞ്ഞില്ലെങ്കിൽ ഈ സിനിമ പാളിപ്പോവും. അപ്പൊ അത് ഭയങ്കര ടാക്സിങ് ആയിട്ടൊരു പോയിന്റിൽ പുള്ളി ഹാർഡ് ഡിസ്ക് കൊണ്ട് കളയാൻ പോയിട്ട് ഞങ്ങളെല്ലാവരും ഒരു പിടിച്ചു നിർത്തിയ കളയത് നമ്മൾ കുറെ കാലമായിട്ട് നമ്മൾ അറിയുന്നില്ല. ഈ സിനിമ ഇങ്ങനെ വരുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതേപോലെ മസ്തിഷ്ക മരണത്തിന് പോലെയാണ് ആവാസവ്യൂഹത്തിന്റെ ഒരു പ്രിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വളരെ കുറച്ച് ആളുകൾ. അന്ന് ഈ പറഞ്ഞ കണക്ക് ആ സിനിമ ലാസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ഗൂസ് ബംസ് ഒക്കെ അടിച്ചു. അപ്പൊ ഇതിലെന്തോ ഉണ്ടെന്നുള്ളത് അറിയാം. പക്ഷെ അത് ഈ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അക്വാമാൻ അല്ലെങ്കിൽ നമ്മളിപ്പോ പല ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളത് നമ്മളൊരു മലയാളത്തില് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അതാണ് ഇപ്പൊ ഈ കൃഷാന്ത് സാറിന്റെ ഒരു മൂവീസ് എടുത്തു ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്. ഉണ്ടാവല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം മസ്തിഷ്ക മരണത്തിൽ ഈ ആളുകളുടെ പ്രൈവസിക്ക് ഒരു വിലയില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ ഒരു ചെറിയ പരിപാടികളായി കണ്ടു തുടങ്ങി. എനിക്ക് കഴിഞ്ഞ ദിവസം മറ്റേ ഒരു മെസ്സേജ് ഒക്കെ വന്നപ്പോൾ മറ്റേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു മെസ്സേജ്, ഇലക്ഷൻ ഇതൊക്കെ നമ്മുടെ നമ്പർ ഇത് എവിടുന്ന്, ഐ മീൻ ഇറ്റ്സ് നോട്ട് ഫെയർ. നമ്മൾ എല്ലാവരും പകൽമാന്യന്മാരാണ്. എല്ലാവരും ഇത് എന്താ ഏതൊരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, പാപം ചെയ്യുന്നവർ കല്ലെറിയട്ടെ. അല്ലെ, അത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് സിനിമയിൽ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എക്സ്ട്രീം ആയിട്ടായിരിക്കും ചിലപ്പോൾ സിനിമയിൽ വരുന്നത്. പക്ഷേ ദ ഹോൾ ഐഡിയ കുറച്ച് ഭയപ്പെടുത്തുന്നതാണ്. അടിപൊളിയായിരുന്നു. പക്ഷെ എന്തായാലും സിനിമ വളരെയധികം സക്സസ്സിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു സിനിമ. അതുപോലെ ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സിനിമാ മേഖലയിലേക്ക് അല്ലെങ്കിൽ അഭിനയത്തിലോട്ട് എങ്ങനെയാണ് വരുന്നത്? ഇത് പണ്ട് എന്തെങ്കിലുമൊക്കെ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു, അപ്പൊ എങ്ങനെയായിരുന്നു സിനിമാ മേഖലയിലോട്ട് വരുന്നത്? അല്ല, ഞാൻ ഇത് എന്നാണ് ഈ ആഗ്രഹം വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ സിനിമയിൽ വരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറി പിന്നെ ഷോർട്ട് ഫിലിംസ് ആയി. ഇപ്പൊ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്കൊന്ന് ഏജ് ഓവർ ആയെന്ന് തോന്നുന്നു. ഇപ്പൊ എന്തിലൂടെയാണ് എനിക്കൊന്ന് ഇപ്പോഴും ഷോർട്ട് ഫിലിംസിലൂടെ സോറി, ഒരു രക്ഷയില്ല. ആ സമയത്തായിരിക്കും ആഗ്രഹം കയറി കൂടിയത്. പിന്നെ ഇത് എനിക്ക് ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ക്യാരക്ടർ റോളുകളായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സമയത്ത് ലാൽ സാർ, ബിജു മേനോൻ, ജോയി ചേട്ടൻ ഒരു സമയത്ത് ചേരുന്നത്. അപ്പോൾ ഇപ്പോൾ അവരെല്ലാവരും നായന്മാർ അങ്ങനെ ഉള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ ഇവിടെ ആളുകൾ ഭയങ്കര കുറവാണ്. കാരണം നമ്മളൊരു സ്ക്രിപ്റ്റ് ആലോചിക്കുമ്പോഴും ഒരു നല്ല ക്യാരക്ടർ റോൾ വരുമ്പോൾ ഇത് ആര് ചെയ്യും എന്നുള്ളതൊരു വലിയ കൺസേൺ തന്നെയാണ്. അപ്പോൾ അത് മസ്തിഷ്ക മരണത്തിലേക്ക്, മറ്റേ 4 സംഘത്തിലേക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട് പോയത്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു പോപ്പുലർ ആളെ കാസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിട്ടുന്നില്ല ആളെ. അത് കാരണമാണ് മറ്റേ ഈ പറഞ്ഞ വൈഡ് ഓഡീഷൻസ് ഒക്കെ ചെയ്ത് ക്യാരക്ടർ, അത് ഭയങ്കര എഫേർട്ടുമാണ്. അപ്പം എൻ്റെ ആഗ്രഹം ഈ പറഞ്ഞ അങ്ങനെയുള്ള ക്യാരക്ടർ റോളുകളാണ്. പിന്നെ അത്
നോക്കാം. അതിന് മുമ്പ് ഇപ്പം ആവാസി ഇറങ്ങിയതിന് ശേഷം വേറെ കുറെ ഉണ്ട്. കിട്ടി. അപ്പൊ അതെല്ലാം ബോണസ് ആയിട്ടേ കരുതുന്നുള്ളൂ. പക്ഷെ സ്റ്റിൽ എന്റെ ലക്ഷ്യം ആ ഒരു 40+ പരിപാടികളാണ്. ആണ്. അല്ല, അപ്പൊ എന്തെങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മിമിക്രി എന്തെങ്കിലും നമുക്ക് അയ്യോ, ചെയ്യാൻ ഞാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം കാലടി ആദിശങ്കര കോളേജിൽ പോയിട്ടും കാണിച്ചു. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിപ്പം മറ്റേ ഡബ് കഴിഞ്ഞ് വന്നിരിക്കും. ഞാൻ ചെയ്യുന്ന ഐറ്റം എന്തായാലും കഴിഞ്ഞാൽ തിരിച്ചു ചെറുതായിട്ട് വന്നിട്ട് എന്തെങ്കിലും ചെറിയ 2 ഡയലോഗ് പറഞ്ഞാൽ മതി. ഡബ് ചെയ്യാനുള്ളതാ. അല്ലാതെ ഞാൻ കുറെ വർഷമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറെ നാളായി. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഇനി കാണിക്കേണ്ട പോലെ. ആദ്യം അച്ഛനായിരുന്നു ഭയങ്കര പ്രോത്സാഹനം, എവിടെയും സ്റ്റേജ് സെറ്റ് ചെയ്ത് തരും. പിന്നെ ഈ പരിപാടി ഞാൻ മാറ്റി പിടിക്കുന്നില്ല, ഒരേ സാധനം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ആരെയാണ് ഞാൻ imitate ചെയ്തിട്ടുണ്ടായിരുന്നത്? ജനാർദ്ദനൻ അദ്ദേഹത്തെയാണ് ഞാൻ 2-3 ഇന്റർവ്യൂസിൽ അതെ, കണ്ടിരുന്നു. അത് തന്നെയാണ് പിന്നെ വേറെ കുറെ ചെയ്യും. പക്ഷെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഏത് ഉറക്കത്തിന് എഴുന്നേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയും. ഞാൻ ആക്ച്വലി അന്വേഷിപ്പം കണ്ടുവന്ന ഒരു ഷൂട്ടിനിടയ്ക്ക് കോട്ടയം നസീർക്കയ്ക്ക് ഇത് കാണിച്ചു. നസീർക്കയുടെ മിമിക്രി കണ്ടിട്ടാണ് ഞാൻ മിമിക്രി പഠിച്ചത്. എനിക്ക് ഇക്കടുത്ത് ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനിരുന്ന് കാണിച്ചു. ശരിക്കും ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു, വളരാൻ അനുവദിച്ചുകൂടാ. അത് എനിക്ക് തോന്നുന്നു പുള്ളി പറയാ, ഇനി ഞങ്ങൾക്കൊക്കെ ഇനി ഫീൽഡ് ഔട്ട് ആവും. ഇപ്പം അഭിനയത്തിലല്ലേ പുള്ളി ഇപ്പം വേറൊരു ഫേസ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പറഞ്ഞ പോലെ 40+ കഴിഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ബെസ്റ്റ് ആയിട്ട്. റോഷാക്കില്, അന്വേഷിപ്പം കണ്ടെത്തുമ്പോൾ കുറെ സിനിമകളിൽ അദ്ദേഹം ഗംഭീരമായിട്ട് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു മിമിക്രി ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ജഡ്ജായിട്ടൊക്കെ അങ്ങനെയൊക്കെ പോകുന്നുള്ളൂ എന്ന് തോന്നുന്നു. ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു 40+ ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഡ്രീം ക്യാരക്ടർ ഉണ്ട്, നമുക്ക് ഇതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ പലതരത്തിലുള്ള വേഷങ്ങൾ ഇപ്പൊ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രീം ക്യാരക്ടർ? അല്ല, ഇത് ഞാൻ ഇപ്പം when I look back into my filmography, ഇത് കുറച്ച് വിയേർഡാണ്. കാരണം ഒരു 50% പോലീസ് ക്യാരക്ടറുകളാണ്, ബാക്കി 50% ഭയങ്കര വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന. അതിൽ ഞാൻ കുറച്ച് ഹാപ്പിയുമാണ്. എന്നുവെച്ചാൽ ഇപ്പം ആവാസീയത്തിലെ ക്യാരക്ടർ അല്ല മസ്തിഷ്ക മരണത്തിലത്. കൂടുതലും കൃഷ്ണാനന്ദൻ തന്നെയാണ് തന്നിട്ടുള്ളത്. കരിക്കിലും ഹ്യൂമർ സൈഡ് കരിക്കാണ് ആദ്യം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് പുരുഷപ്രയത്തിൽ കുറച്ചേ ഉള്ളെങ്കിലും ഞാൻ തന്നെ സെലക്ട് ചെയ്ത ക്യാരക്ടറാണ്. അതൊരു ചെറിയ ക്യാരക്ടറാണ്. ഇതിലൊന്ന് ഹ്യൂമർ പരീക്ഷിച്ച് നോക്കാമെന്ന് കണ്ട് ഞാൻ തന്നെയായിരുന്നു എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പം ഞാൻ എന്നെ തന്നെ കാസ്റ്റ് ചെയ്ത സാധനം അതാണ്. പിന്നെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ഒരു ത്രൂ ഔട്ട് ഹ്യൂമർ ചെയ്യുന്ന ആദ്യമായിട്ട് മസ്തിഷ്ക മരണത്തിലാണ്. അപ്പൊ ഇത് ഞങ്ങള് ഇടയ്ക്കല്ല മിക്ക ദിവസവും രാത്രി വനിത പോയിരിക്കും. അപ്പൊ എൻ്റെ ആ ലാസ്റ്റ് മോണോലോഗ് വരുമ്പോഴത്തേക്കും ആളുകൾ ചിരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഞാൻ അത് കേൾക്കാനായിട്ട് ഒരു 15 മിനിറ്റ് മുമ്പേ തിയേറ്ററിൽ ചെന്ന് ഞാൻ മുകളിൽ കയറി തിയേറ്ററിനകത്ത് കയറി നല്ല ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിത് ഒന്ന് ശ്രമിച്ചാൽ നല്ലൊരു ഫിലിം മേക്കറുടെ ഗൈഡൻസിലാണെങ്കിൽ പറ്റും എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ടും ഞാൻ പറഞ്ഞില്ല, ഇപ്പം റീസെന്റ് ആയിട്ടും പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ലാണ്ട് എവിടേക്കോ കുറച്ച് രസമുള്ളൂ. ഇപ്പം കൊണ്ടല്ലൊരു ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ളൊരു വില്ലൻ ക്യാരക്ടറാണ് കിട്ടിയത്. അത് ഭയങ്കര ലൗഡ് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ KP കുമാരൻ സാറിന്റെ സിനിമയില്. ഓക്കെ, താങ്ക് യു. IFK മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആ സിനിമ. ഭയങ്കര ലിമിറ്റഡ് റിലീസായിരുന്നു. അത് മ്യൂസിക് ഡയറക്ടർ ഉണ്ട് ശ്രീവത്സൻ ജയമേനാണ്. അദ്ദേഹം കുമാരനാശാനായിട്ടും ഞാൻ സഹോദരനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അത് KP കുമാരൻ സാറിന്റെ സിനിമയായിരുന്നു. അതൊരു നല്ല അനുഭവമായിരുന്നു. അത്രയും ഒരു വെറ്ററൻ ഫിലിം മേക്കേഴ്സിന്റെ കൂടെ നമ്മളൊരു റൂമിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാഷണൽ അവാർഡ് വിന്നേഴ്സിനെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരു സെറ്റായിരുന്നു. എക്സാക്ട്ലി. എനിക്ക് സാർ ആദ്യം പോയി കണ്ടപ്പോഴത്തേക്കും സാർ ഒരു ബുക്കാണ് എനിക്ക് തന്നത്, സഹോദരനെ കുറിച്ചിട്ടുള്ളൊരു ബുക്ക്. അത് വായിച്ചിട്ട് ഇപ്പം എൻ്റെ അടുത്ത് വേറെ ഒന്നും പറഞ്ഞില്ല, നീ ബുക്ക് വായിച്ചിട്ട് വന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അന്ന് പുള്ളി ആ പടം ചെയ്യുമ്പോൾ ഹീസ് 80+. അന്ന് പുള്ളി അതിനോട് കാണിക്കുന്ന ഒരു പാഷനെ കാണുമ്പോഴത്തേക്കും ഈ പ്രായത്തിലും ഇതൊക്കെ ചെയ്യും. ഞാൻ പിന്നെ പോയിരുന്നിട്ടാണ് പുള്ളിയുടെ സിനിമകൾ കണ്ടത് യൂട്യൂബിൽ. ഇപ്പം രുക്മിണി എന്നൊക്കെ പുള്ളി നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമയൊക്കെ കണ്ടത്. അപ്പോൾ ഇത്രയും നിരവധി മൂവി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പൊ ആദ്യം പറഞ്ഞു ഇര എന്ന് പറഞ്ഞ സിനിമയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു HDFC ബാങ്കിൽ ജോലി ചെയ്തു, അല്ലെങ്കിൽ അതിന് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ അതിന് MBA ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ആദ്യത്തെ സിനിമയിലോട്ട് വരുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ HDFC വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് വൈശാഖ് സാറിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പം സാറിനോട് ഒരുപാട് പേര് ചാൻസ് ചോദിക്കുമായിരിക്കും. അപ്പം അങ്ങനെ ഒരാളായിട്ടായിരിക്കും പുള്ളി ആദ്യം എന്നെയും കണ്ടത്. പക്ഷെ ഞാൻ ഒരു ദിവസം ഒരു ഹർത്താൽ ദിവസം ഇങ്ങനെ ഒരു പുള്ളിയുടെ ഒരു ചെക്ക് മേടിക്കാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കൃഷ്ണാന്തേട്ടൻ കട്ട് ചെയ്ത് തന്നെ എൻ്റെ ഒരു ആക്ടിങ് റീൽ ഉണ്ടായിരുന്നു പഴയത്. അപ്പോൾ ഇത് ഞാൻ പുള്ളിയെ കാണിച്ചു. അപ്പം സാറിൻ്റെ വീട്ടിലൂടെ അടുത്ത് തന്നെയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അത് ഓർക്കുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും സാറിൻ്റെ ഫാമിലി ഒന്ന് വീട്ടിലുണ്ടായിരുന്നു. അന്നൊരു ഹർത്താൽ ദിവസമായിരുന്നു. സാർ ഇരുന്ന് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചായയൊക്കെ തന്നു. എന്നിട്ട് ഞാൻ ജോലി വിടാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ജോലിയൊന്നും വിടരുത്, ഇത് കണക്ക് നിനക്ക് ഇപ്പം നീ ജോലി വിട്ടിട്ട് 2 വർഷം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഈ 2 വർഷം നിനക്ക് ഒരു അവസരം കിട്ടണമെന്നുള്ളതിൽ എന്ത് ഉറപ്പാണുള്ളത്? 2, നീ ഇപ്പോൾ ഒരാളോട് പോയി അവസരം ചോദിക്കുന്നു. പുള്ളി തന്നെ പറഞ്ഞാണ്, പുള്ളി പലരോടും അവസരം ചോദിച്ചപ്പം ഇവരുമായി റിജക്ട് ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പുള്ളി ഇപ്പം ഒരു ഫിലിം മേക്കറുടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ
ഒരുപാട് പേര് ഡെയിലി വന്ന അവസരം ചോദിക്കുന്നുണ്ടാവും. പുള്ളി അതിലും വലിയ വേറെ 100 പ്രശ്നങ്ങളിലായിരിക്കും. ഇവരൊന്നും രജിസ്റ്റർ ആവത്തും കൂടിയില്ല. അപ്പം അവരെയും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ സംവേർ ഒരു നല്ല ദിവസമായിരുന്നു ഞാൻ ചെന്ന് കയറിയെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം അത് കഴിഞ്ഞ് നീ ജോലിയൊന്നും വിടണ്ട, നമുക്ക് നോക്കാം, എന്തായാലും നീ ഇപ്പം ഷോർട്ട് ഫിലിംസ് പരിപാടികളൊക്കെ ചെയ്യുന്നുള്ളൂ, അത് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഒരു ദിവസം എനിക്ക് ഇങ്ങനൊരു കോള് വന്നു. എൻ്റെ ബ്രദറിലോ ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്, നവീൻ സാർ. അപ്പം പുള്ളി വിളിക്കും, ഒന്ന് പോയി കാണാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഓഫീസ് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വാഴക്കാലയിൽ തന്നെ ഒരു സലൂണിൽ പോയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇരയിലെ പോലീസ് വേഷത്തിലേക്ക് വരുന്നത്. വൈശാഖ് സാർ തന്നെയാണ് അതിനുശേഷം മധുരരാജയിലും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള വൈശാഖ് സാറിന്റെ എല്ലാ സിനിമകളിലും ഞാനുണ്ട്. പക്ഷെ കുട്ടി കഥാപാത്രങ്ങളായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഇത്ര ഒരു വലിയ ബാനറിൽ ഒരു സിനിമയിൽ ഒരു ഭാഗമാവെന്ന് പറഞ്ഞ വലിയൊരു കാര്യം മോൺസ്റ്ററിൽ ഉണ്ടായിരുന്നു. എനിക്ക് വൈശാഖ് സാറിന്റെ കാരണം എനിക്ക് മമ്മൂക്കയായിട്ടും ലാലേട്ടനുമായിട്ടും സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. കൊച്ചു കൊച്ചു കഥാപാത്രങ്ങളാണെങ്കിലും എനിക്കത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. അത് ഒരു ഭയങ്കര, കാരണം എല്ലാവരുടെയും ആഗ്രഹമല്ലേ ഇവരുമായിട്ട് അഭിനയിക്കണം എന്നുള്ളത്. അപ്പം നമുക്ക് അത് കഴിഞ്ഞ് ആവാസവും കണ്ടിട്ട് വിളിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ നമുക്കിവിടെ അഭിനയിച്ചിട്ടുണ്ട് മധുരരാജയില്, എനിക്ക് ഓർമ്മ പോലും ഇല്ല. അത് അങ്ങനെ ഓർക്കില്ല. അത് വളരെ മമ്മൂക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ കണ്ടു എന്നൊക്കെ പറഞ്ഞ ഒരു അഭിപ്രായം പറയുമ്പോണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ. ഇപ്പൊ ഏത് ഇന്റർവ്യൂ എടുത്താൽ അല്ലെങ്കിൽ ഏത് ആളുകളുടെ ഒരു അഭിപ്രായം ചോദിച്ചാൽ മമ്മൂക്കയുടെ ഒരു കയ്യൊപ്പ് അതിലുണ്ടാവാറുണ്ട് എപ്പോഴും. ബിഗിനേഴ്സിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവാസവും സോണി ലെവലിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു റോഷാക്കിന്റെ പ്രസ് മീറ്റിൽ എന്തുവായിരുന്നു, നമുക്ക് ഇരുന്നിട്ട് പരീക്ഷണ സിനിമകളെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് ഒരൊറ്റ വരിയെ പറഞ്ഞുള്ളൂ, ആവാസയ്ക്ക് ഒന്ന് കണ്ടു, കിടുക്കൻ സിനിമയാണെന്ന്. എനിക്ക് തോന്നുന്നു 2-3 ദിവസം കഴിഞ്ഞിട്ട് സോണിന്ന് വിളിച്ചു, നിങ്ങൾ എന്ത് മാർക്കറ്റിംഗ് ആണ് ചെയ്തത്, പെട്ടെന്ന് വ്യൂവർഷിപ്പ് കയറി എന്നുള്ളത് മമ്മൂക്കയുടെ ഒരു വാക്കാണ്. അപ്പം പുള്ളിക്കത് പറയേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ ഈ പ്രായത്തിലും പുള്ളി ഈ മീഡിയത്തിനെ എക്സ്പ്ലോർ ചെയ്യാൻ കാണിക്കുന്ന ഒരു പാഷൻ, അതിൽ വ്യത്യസ്തമായൊരു സിനിമ കണ്ടപ്പോൾ അതിനെ എന്താ പറയുക, അത് ആളുകളിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം എവിടെയോ അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ വീട്ടിലൊരിക്കൽ കൃഷ്ണാന്തനായിട്ട് പോയപ്പോൾ സംഘർഷഘടനയുടെ ട്രെയിലറും കൃഷ്ണാന്തൻ ഒന്ന് കാണിച്ചായിരുന്നു. അവിടെ എൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കൂടെ ജോർജേട്ടനോട് സുനിലേട്ടനോട് ആരോണ് നമുക്കിറക്കിയാലോ ഈ പടം, അപ്പോഴും നമ്മളത് ചോദിച്ചിട്ടില്ല. പക്ഷെ പുള്ളി അവിടെയും ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ ആളുകളിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ അപ്പോഴത്തേക്കും അതിന്റെ റിലീസൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു വാക്ക് നമുക്ക് ഭയങ്കര പ്രചോദനമാണ്. അത് എല്ലാവർക്കും ഒരു പ്രചോദനമുള്ള ഒരു കാര്യം തന്നെ. നമുക്കിടെ ഓരോ വാക്കായാലും അതെ, നമുക്ക് കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യം തന്നെയാണ് പറയുന്നത്. മസ്തിഷ്ക മരണം എനിക്കൊന്ന് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. രജിഷ കാണിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്കിങ് മേഖലയോട് കൂടെ തന്നെ ഇപ്പോൾ ആ കലയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ വലിയൊരു കാര്യം തന്നെ. അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പം ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആക്ട് ലാബിലായിരുന്നു തുടക്കം അഭിനയ പരിശീലനങ്ങൾ കാര്യങ്ങളൊക്കെ. അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് ആ ഒരു പരിശീലനം? അല്ല, ഇപ്പം ജോലി, പഠിത്തം എല്ലാം ഞാൻ ഈ അഭിനയം എന്നുള്ള മോഹമായിട്ടാണ് ഞാൻ അലൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം അത് അന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് വേണേ ലുക്ക് ബാക്ക്, എനിക്കിപ്പം എൻജിനീയറിങ് അന്നൊരു ട്രെൻഡായിരുന്നു, എല്ലാവരും +2 കഴിഞ്ഞാൽ എഞ്ചിനീയറിങ്ങിന് പോകാന്നുള്ളത്. അപ്പം ഞാനൊരു കൊല്ലത്തുകാരനാണ്, എൻ്റെ അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു TKM പഠിക്കണം. TKM എനിക്ക് സിവിൽ കിട്ടി, അതുകൊണ്ട് ഞാൻ സിവിൽ പഠിച്ചു. അത് കഴിഞ്ഞ് MBA ചെയ്യാൻ കൊച്ചിയിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത്, കൊച്ചിയിലാണല്ലോ സിനിമ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കൊച്ചിയിൽ വന്ന് MBA ചെയ്തത്. കൊച്ചിയിൽ തന്നെ ജോലി കിട്ടിയപ്പം ഇവിടെ തന്നെ നിൽക്കാനുള്ള കാരണം അതായിരുന്നു. കാരണം പലപ്പോഴും പുറത്ത് പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരിക്കലും അതൊരു നഷ്ടബോധമായിട്ട് തോന്നിയിട്ടില്ല. കൂടെ നിൽക്കുന്നവരൊക്കെ ഫാമിലിയൊക്കെ പറയും അത് പോയാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വോണ്ട്. പക്ഷേ ഇതിലേക്ക് എങ്ങനെ എത്തണമെന്നും എനിക്കറിയില്ല. ഇപ്പം ഇതൊരു സ്ട്രഗിൾ അല്ല, ഇത് എന്താ പറയുക, ഇപ്പം നമുക്ക് ആഹാരമുണ്ട്, ജോലിയുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും there is some other struggle that's happening inside us. നമ്മൾ ഹാപ്പി അല്ല. ഇപ്പൊ ജോലിയിൽ ഇരിക്കുമ്പോഴും അടുത്ത ദിവസം ജോലിക്ക് പോകാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഇല്ല. ഇതൊരു 4 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് മടുപ്പായി. കാരണം അപ്പം പിന്നെ ഈ ആഗ്രഹം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴാണ് കൃഷ്ണാന്തേട്ടനെ അറിയാം, ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ സൈഡിലേക്കാണ് കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത്. പക്ഷേ അതൊരു ജീവിതമാർഗ്ഗമാക്കാനുള്ള ഒരു സ്റ്റേജിലൊന്നും ഞാനും ആയിട്ടില്ല, കൃഷ്ണാന്തേട്ടനും ആയിട്ടില്ല. പുള്ളിയും വേറെ ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒരു പോയിന്റ് എത്തിയപ്പം ശരി ഇനി ജോലി വിടാം, കാരണം കല്യാണമൊക്കെ ആവാറായി. അപ്പം കല്യാണം കഴിച്ചിട്ട് ജോലി വിടുന്നത് ശരിയല്ല. അപ്പം എൻ്റെ പ്ലാൻ ഇതാണെന്ന് നേരത്തെ പറഞ്ഞിട്ട് ഞാൻ കല്യാണത്തിന് മുമ്പ് തന്നെ ജോബ് റിസൈൻ ചെയ്തു. പക്ഷെ ആ സമയത്താണ് കോവിഡ് വന്നത്. അപ്പോൾ രണ്ടും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ജോലിയും ഇല്ല, മറ്റേ സിനിമയും ഇല്ല. പക്ഷെ ആ സമയത്താണ് ഒരു ബിസിനസ് ചെയ്യണം, എന്തുകൊണ്ട് നമ്മൾ പഠിച്ചത് തന്നെ ചെയ്തുകൂടാന്ന് പറഞ്ഞ് ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇൻഡിപെൻഡന്റ് ഹോംസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഇപ്പം കംപ്ലീറ്റ് ചെയ്തു. ദാറ്റ്സ് ഡൂയിങ് പ്രിറ്റി ഗുഡ് ആക്ച്വലി. അപ്പം എനിക്കതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇനി സിനിമ ചെയ്യേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അറ്റ് സം പോയിന്റ് ഇതിൽ നിന്നും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊന്നും വൺ ഫൈൻ മോർണിംഗ് സംഭവിച്ചതല്ല. മേ ബി ഒരു 10 വർഷത്തെ എഫേർട്ടുകളുടെ
റിസൾട്ട് ഒരുമിച്ച് കിട്ടി എന്നുള്ളതായിരിക്കും. എനിക്ക് തോന്നുന്നു പല പല സിനിമയിൽ അഭിനയിക്കാൻ കുറെ സ്ട്രഗിൾ ചെയ്യുന്ന കുറെ ആളുകൾ ഇപ്പോഴും ഉണ്ട്, സിനിമയിൽ കയറാൻ പറ്റാത്ത. പക്ഷെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോലി ഉള്ളത് കൊണ്ട് കുറെ ഗുണം ചെയ്തിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഇത്രത്തോളം സിനിമകൾ സക്സസ് ആയില്ലായിരുന്നെങ്കിൽ നമുക്കൊരു ജോലി ഉണ്ട് എന്നുള്ളൊരു ഗുണം ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് വൈശാഖ് സാർ പറഞ്ഞിട്ട് നിന്നാണ് ഞാൻ ജോലി വിടുന്നില്ല എന്ന് തീരുമാനിച്ചത്. കാരണം എനിക്ക് ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണ് എനിക്കൊരു ഓൾട്ടർനേറ്റ് ഇൻകം സ്ട്രീമും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ 2 വർഷം ടാർഗറ്റ് വെച്ച് ഇറങ്ങുന്നു, 2 വർഷം ഒന്നും സംഭവിക്കുന്നില്ല, നമ്മൾ വല്ലാണ്ട് മടുത്തു പോകും. ഇത് ഞാൻ ഒരു ഓൾട്ടർനേറ്റ് ഇൻകം സ്ട്രീം സെറ്റ് ചെയ്തപ്പം എനിക്കൊരൊറ്റ തീരുമാനം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഈ അഭിനയം എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വിടാൻ പോകുന്നില്ല. ചിലപ്പം 40ാമത്തെ വയസ്സിലായിരിക്കും, ജീവിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 60ാമത്തെ വയസ്സിലായിരിക്കും. എനിക്ക് ഏത് പോയിന്റിലാണെങ്കിലും ഞാൻ ഹാപ്പി. അതുവരെ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് മാത്രം ഒരാൾക്ക് ഇത്രയല്ലേ തീരുമാനിക്കാൻ പറ്റും. അപ്പം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഏത് റേഞ്ചിൽ എഫേർട്ട് ഇടാനും ഞാൻ തയ്യാറാണ്. പക്ഷെ ഇത് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അത് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിൽ ഏറ്റവും നേരത്തെ പാൻഡമിക് സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു, കോവിഡ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോഴും. അപ്പോൾ ഇത് ശരിക്കും ഗുണം ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന്റെ കൂടെ. അതെപ്പോഴും ആ സമയത്ത് നമുക്കത് ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇന്ന് ലുക്ക് ബാക്ക് ഇതൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ 3-4 വർഷം ഇതിൽ തന്നെ നിന്ന് കാര്യങ്ങൾ ചെയ്ത് തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് തിരിഞ്ഞു നോക്കി കണക്ടിങ് ദ ഡോട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഓക്കെയാണ്, നമ്മൾ നമ്മുടെ പണികൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അതിൽ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. നമുക്ക് എന്തായാലും സക്സസ് വരും. അതല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ആവേശികമാണ്. ഇപ്പം വൃന്ദ ജഡ്ജ് ചെയ്യുന്നതായിരിക്കില്ല ചിലപ്പോൾ എൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ആവാസത്തിന് ശേഷം കിട്ടിയൊക്കെ എനിക്ക് ബോണസാണ്. ഇഫ് യു ആസ്ക് മീ, ഞാൻ സക്സസ്ഫുൾ ആണ്. പുറമേ നോക്കുന്ന ആൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്ത് ഒരു നമ്മുടെ ആക്ടിങ് വൈസിൽ ഇപ്പോൾ പലതരത്തിൽ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയും ഒരു അല്ലെങ്കിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ആക്ടിങ് ആയിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നാച്ചുറൽ ആയിട്ട് ആക്ടിങ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ സമൂഹത്തിലുള്ള ഒരാൾ അതേപോലെ അഭിനയിക്കണം എന്നാണ് ഇപ്പോൾ ഉള്ള സിനിമകളിലൊക്കെ കാണുന്നത്. അപ്പോൾ ആ ഒരു ആക്ടിങ്ങിന്റെ ഒരു ചേഞ്ചിനെ പറ്റിയിട്ടൊക്കെ എന്താ പറയുക? അല്ല, അത് ഇപ്പം പല സ്റ്റൈൽസ് ഓഫ് ആക്ടിങ് ഉണ്ട്. ഇപ്പം സ്റ്റൈലൈസ്ഡ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ അഭിനയം ആക്ട് പലതും പറഞ്ഞു തന്നുണ്ട്. പക്ഷെ ഇത് നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ആ സ്ക്രിപ്റ്റ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, എന്താണ് ആ സ്ക്രിപ്റ്റ് കൊണ്ട് സംവിധായകൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ ഇന്ന കഥാപാത്രം ഒരു സീനിലുണ്ടെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ആ സീനിലെ പേർപ്പസ് എന്താണ്, ഇത് മനസ്സിലാക്കി അഭിനയിക്കുക. ഇതാണ് സ്ക്രീൻ ആക്ടിങ്ങിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ ചെറിയ റോളുകൾ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ചെറിയ സീനുകളൊക്കെ ആയിരിക്കും കിട്ടുക. ഇത് ഗ്രാബ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാനൊരു 1-2 സിനിമ കഴിഞ്ഞാൽ മനസ്സിലായി. കാരണം അത് അപ്പം തന്നെ സംവിധായകൻ്റെ വായിരിക്കുന്നത് കേൾക്കും. കാരണം അതല്ല ആ സീനിൽ. കാരണം ഇതിൻ്റെ ഒരു ബിഗ്ഗർ പിക്ചർ കാണാൻ ശ്രമിക്കുക. അപ്പം അവിടെ ചിലപ്പം ഓവറായിട്ട് ഇപ്പം പുരുഷപ്രയത്തിലാണെങ്കിലും മസ്തിഷ്ക മരണത്തിലാണെങ്കിലും ഒക്കെ കാരിക്കേച്ചറിഷാണ് ക്യാരക്ടറുകൾ. അപ്പം ഒരിക്കലും മറ്റേ ഈ ഷാജി മോൻ അല്ലെങ്കിൽ സൈമൺ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഞാൻ മറ്റേ നാച്ചുറൽ പരിപാടി ചെയ്ത് കഴിഞ്ഞത് വർക്കാവില്ല. അപ്പം അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. അതാണ് ഒരു ആക്ടർ കാണിക്കേണ്ട സെൻസിബിലിറ്റി. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സക്സസ് ആയി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം വായിച്ചതല്ല സംവിധായകന് വേണ്ടിയിരുന്നത്. ഞാൻ പറഞ്ഞില്ല, രണ്ടാമതാണ് എൻ്റെ അടുത്ത് ഇതാണ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് മാറ്റി ചെയ്യണം. പിന്നെ ഈ സൈസും വെച്ചിട്ട് മറ്റേ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. ഇതൊരു ഹ്യൂമർ ലാൻഡ് ചെയ്യിക്കാനുള്ള കുറച്ച് പാട്. പക്ഷെ അത് നല്ലൊരു സംവിധായകനാണെങ്കിൽ ഹി വിൽ ഈസിലി പുൾ ഇറ്റ് ഓഫ് വിത്ത് us. അത് ശരിക്കും പറഞ്ഞാൽ അത് വലിയ രീതിയിൽ വിജയിച്ചിരിക്കുകയാണ്. ആ ഒരു ക്യാരക്ടർ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല സിനിമകൾ, അല്ലെങ്കിൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെയും കാണാത്തൊരു വേൾഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിനിമകൾ പ്രേക്ഷകരിൽ എത്തണം. എല്ലാവരും എല്ലാ തരത്തിലുള്ള സിനിമകളും കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇനിയും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. നല്ല സിനിമകൾ ഞങ്ങൾക്ക് നല്ല നല്ല ക്യാരക്ടർ പ്രേക്ഷകർക്ക് കിട്ടട്ടെ ഞാൻ ആശംസിക്കുകയാണ്. വളരെ